വേണ്ട വേണ്ട, ആണുങ്ങളെക്കാളും എപ്പോഴും ഒരുപടി മുകളിൽ വേണം പെണ്ണുങ്ങളെ നിൽക്കാൻ. അതുകൊണ്ട് തന്നെ എനിക്ക് ആണുങ്ങളുടെ സഹായമൊന്നും വേണം. ഇതെന്തൊരു കൊച്ചിത്. ഒന്ന് ഊതി തരുമോ? അതെ, ഈ ഒരുപടി മുകളിലുള്ള പെണ്ണുങ്ങൾ അതങ്ങ് തോണ്ടിക്കള. സാർ ബില്ല്. എടോ, ഒരുപടി മുന്നിലുള്ള പെണ്ണിരിക്കുമ്പോ ഒരുപടി താഴെയുള്ള ആൻ്റെ അടുത്ത് ബില്ലടയ്ക്കാൻ പറയാവോ? അല്ലേ മോളെ, ബില്ലടാ. മേഡം ബില്ല്. എന്റെ ഡാഡി പറഞ്ഞിട്ടുണ്ട് പെണ്ണുങ്ങൾ ബില്ല് കൊടുക്കുന്ന ഒരാണും കണ്ടു നിൽക്കില്ല. കണ്ടില്ല മേഡം. മനസ്സിലായില്ല. ഞാൻ ഇവിടെയൊക്കെ ഉള്ളതാ. ബില്ല് കൊടുത്തിട്ട് വിളിക്കണേ. എന്റെ ഡാഡി അങ്ങനെ ഉദ്ദേശിച്ചെന്നല്ല ഞാൻ പറഞ്ഞത്. ഒരു പെണ്ണും ബില്ല് കൊടുക്കുന്നത് ഒരാണ് സമ്മതിക്കില്ല എന്ന്. മോളെ, നിന്റെ ഡാഡി ആണല്ലേ, അപ്പൊ പെണ്ണായിട്ടുള്ള നിനക്ക് ഡാഡിയുടെ മുകളിൽ കയറാൻ വേണ്ടി ബില്ല് കൊടു. മോളിൽ കയറി എൻജോയ്. തിരിച്ചടിക്കുവാണല്ലേ ഈശ്വര. ഒരു കാര്യം ചെയ്യും, നീ നിന്റെ ATM കാർഡ് കൊടു, ഞാൻ എന്റെ ATM കാർഡ് കൊടുക്കാം. വെയിറ്റർക്ക് ഇഷ്ടപ്പെട്ടത് ഏതാന്ന് വെച്ചാൽ അത് എടുത്തോട്ടെ. മേഡം പറഞ്ഞ ചെയ്തിട്ടുണ്ട്. അക്ഷയ സെന്റർ അല്ല ആധാർ കാർഡ് വരാനായിട്ട്. ATM കാർഡൊന്നും ഇല്ലല്ലേ. നിങ്ങൾ രണ്ടും കൂടെ തീരുമാനിക്കുക ആര് ബില്ല് കൊടുക്കണമെന്ന്. ഹലോ, ബില്ലടയ്ക്കാതെ 500 രൂപ. ഇനി പോവാല്ലേ? എന്ത് നിന്റെ ഉദ്ദേശം? ഓരോ ദിവസം ഓരോ പെണ്ണുങ്ങളെ കൊണ്ട് ഫുഡ് കഴിക്കും, അവളുമാരെ കൊണ്ട് കാശ് കൊടുക്കും. അളിയ, കല്യാണം കഴിയുന്നതിന് മുമ്പേ നമ്മുടെ ഭാവി അതിനെ കൊണ്ടൊന്ന് ബില്ല് കൊടുപ്പിക്കണം. ഇല്ലെങ്കിൽ കല്യാണം കഴിയുമ്പോൾ ഈ ATM കാർഡ് പോലും ഇല്ലാത്തോളുമാര് നമ്മളെ ATM ആയിട്ട് യൂസ് ചെയ്യും. ഇങ്ങനെ വേണം ഓരോ ആണുങ്ങൾ ഭാവി വധുവിനെ സെലക്ട് ചെയ്യാൻ. അതുപോലെ നീ ഒരു ഹോട്ടലിൽ കൊണ്ട് തുടങ്ങണം കേട്ടോ. സ്ഥിരം പരിപാടിയൊക്കെ എന്റെ പണി പോകും.